അനൗൺസ്മെൻറ്റ് വീഡിയോ വന്ന അന്നു മുതൽ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു മണിരത്നം, AR റഹ്മാൻ, കമൽഹാസൻ കോംബോയിൽ വരുന്ന തഗ് ലൈഫ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം നായകൻ എന്ന് പറയുന്ന ഒരു മികച്ച ഒരു ചിത്രം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓഫ് കോഴ്സ് ഗോഡ് ഫാദർ എന്ന് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ, ഇന്ത്യൻ അഡാപ്റ്റേഷനാണ് നായകനെങ്കിലും വളരെ മികച്ച രീതിയിൽ എടുത്തു വെച്ച, അല്ലെങ്കിൽ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ഗംഭീര ക്രാഫ്റ്റ് തന്നെയാണ് മണിരത്നം കമൽഹാസൻ കോംബോയിൽ വന്ന നായകൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അതിനുശേഷം ഇത്ര വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് ഒരു 20-25 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കോമ്പിനേഷൻ തിരിച്ചു വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ AR റഹ്മാനും കൂടി ആഡാകുന്നു എന്ന് പറയുമ്പോൾ ഈ 3 ലെജൻസിൻ്റെ വർക്ക് കാണാനാണ് എല്ലാ ആൾക്കാരും ഒന്നടങ്കം കാത്തിരുന്നത്. അപ്പോൾ അങ്ങനെ സിനിമ ജൂൺ 5-ാം തീയതി തിയേറ്ററോട് റിലീസായി. ഞാൻ ജൂൺ 5-ന് ഈവനിങ് ഷോയിൽ ഞാൻ പോയി കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനിപീഡിക. തഗ് ലൈഫ്, മണിരത്നം, AR റഹ്മാൻ, കമൽഹാസൻ കോമ്പിനേഷൻ. അതിൽ കൂടുതൽ ആ സിനിമയെ പറ്റി വിവരിക്കാൻ വേറെ ആരുടെയും പേര് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് മികച്ച ടെക്നീഷ്യൻസും മികച്ച ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒന്നിച്ച ഒരു വലിയൊരു സിനിമ തന്നെയാണ് ഈ വർഷം തമിഴിൽ നിന്ന് ഇറങ്ങിയ വലിയൊരു സിനിമ തന്നെയാണ് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ. ഒരുപാട് എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ കർണാടകയായിട്ടുള്ള കുറച്ച് ലാംഗ്വേജ് ഇഷ്യൂവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ സിനിമ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, സിനിമ അവിടെ റിലീസ് ചെയ്യിപ്പിക്കില്ല എന്നുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ നടുവിലാണ് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നത്. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് എ മണിരത്നം ഫാൻ, ആസ് എ കമൽഹാസൻ ഫാൻ, ആസ് എ AR റഹ്മാൻ ഫാൻ എന്ന് വെറുതെ പറയുന്നതല്ല, എൻ്റെ റൂമിൽ ഞാൻ അവരുടെ 3 പേരുടെയും ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അത്രയേറെ ഇഷ്ടമാണ് അവരുടെ വർക്കുകൾ. എന്നാൽ തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ എനിക്ക് തന്നൊരു അനുഭവം എന്ന് പറയുന്നത് വളരെ മോശം അനുഭവമാണ്. ഇതല്ല കമൽഹാസൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷ. കമൽഹാസനാണ് ഇതിൻ്റെ സ്റ്റോറി റൈറ്റിംഗ് സെക്ഷനിലെല്ലാം കമൽഹാസനുണ്ട്. കമൽഹാസനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ മണിരത്നം എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ AR റഹ്മാൻ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വർക്കല്ല തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ. വളരെയധികം നിരാശപ്പെടുത്തിയ, ഭയങ്കരമായിട്ട് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനും വളരെ പ്രെഡിക്റ്റബിളായ രീതിയിൽ അതിനെ മേക്ക് ചെയ്യുകയും ഒരു ആവറേജ് മട്ടിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും നൽകി മുമ്പോട്ട് പോയ, ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും മുമ്പോട്ട് പോയൊരു സിനിമയാണ് തഗ് ലൈഫ്. പെർഫോമൻസുകളുടെ കാര്യം ഞാൻ എടുത്ത് പറയാം. ആസ് എ ഫാൻ ഭയങ്കരമായിട്ട് നിരാശനായി. എനിക്ക് ഫസ്റ്റ് ഹാഫ്, മണിരത്നത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, സിനിമയുടെ ആദ്യത്തെ ഷോട്ട് മുതൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് മണിരത്നം നമ്മളെ പിടിച്ചിരുത്താനുള്ള കുറേ നുറുങ്ങ് വിദ്യകളും സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കും. അതേ സാധനങ്ങൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യത്തെ 15 മിനിറ്റ് നമ്മളെ പിടിച്ചിരുത്താനുള്ള കുറേ സാധനങ്ങളും, കമൽഹാസൻ്റെ കുറേ ഡി-ഏജിങ് സെക്ഷൻ കാര്യങ്ങൾ, ആദ്യത്തെ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമ ഓടുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു മണിരത്നം സിനിമയാണ് ഞാൻ കാണുന്നതെന്നുള്ളൊരു ചെറിയൊരു ഫീൽ എന്നിലേക്ക് ഉണ്ടാക്കിയെടുത്തു. ഏതാണ്ട് ഫസ്റ്റ് ഹാഫ് വരെയും ഞാൻ വേണമെങ്കിൽ പറയാം, പലയിടത്തും മണിരത്നത്തിൻ്റെ ഒരു ടച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഷോട്ട്സിലാണെങ്കിലും, ഒരു ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിൻ്റെ ഒരു ബിഹേവിങ് രീതിയിലാണെങ്കിലും, ആ ഒരു സ്റ്റേജിങ് അറേഞ്ച് ചെയ്യുന്നതിലാണെങ്കിലും മണിരത്നം എന്ന് പറയുന്നൊരു ഡയറക്ടറിൻ്റെ ഒരു ക്രാഫ്റ്റ് കാണാൻ സാധിക്കും. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് മണിരത്നമാണോ എടുത്തത്, അതോ ഫസ്റ്റ് ഹാഫ് വരെ കഥ എഴുതിയിട്ട് ബാക്കി നമുക്ക് ചുമ്മാ അങ്ങ് ഷൂട്ട് ചെയ്യാം, നമുക്ക് ആ തോന്നുന്ന രീതിയിൽ അങ്ങ് ഷൂട്ട് ചെയ്യാം, അതോ ഒരൊറ്റ വരിയിൽ ആ സെക്കൻഡ് ഹാഫ് തീർത്തോ എന്നും എനിക്ക് സംശയമുണ്ട്. ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ഇപ്പോൾ സ്പോയിലർ എൻ്റെ വീഡിയോയിൽ കാണും, കാരണം അത്ര സങ്കടമുണ്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില സിനിമയിലെ കാര്യങ്ങൾ സംസാരിച്ചെന്ന് വരും. സോറീസ്. സ്പോയിലർ ആഗ്രഹിക്കുന്നില്ലാത്തവർ വീഡിയോ നിർത്തിയിട്ട് പോവുക. റിവഞ്ച് എന്ന് മാത്രം സെക്കൻഡ് ഹാഫിൽ എഴുതി വെച്ചിട്ട് ബാക്കി ഷൂട്ട് ചെയ്തോ എന്നുള്ള എനിക്ക് സംശയമുണ്ട്. ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത രീതിയിൽ ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിയത് പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ കൂടി, എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനത്തിനെ കുറച്ചും കൂടി ഒന്ന് മോൾഡ് ചെയ്തെടുത്ത് എന്താണോ ഇനി സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്കറിയാം, അതിനെ കുറച്ചും കൂടി രസമായിട്ടുള്ള രീതിയിൽ കാണിച്ച് അവതരിപ്പിച്ച് നിർത്താൻ പറ്റുന്നൊരു സാധനത്തിനെ
വെറുതെ മര്യാദ കൊല്ലുക പോവുക വരുക കൊല്ലുക പോവുക, ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ സീനുകളൊക്കെ ആഡ് ചെയ്ത് ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ഇറങ്ങിയിരുന്നു. ആ വീഡിയോയിൽ വന്ന കോസ്റ്റ്യൂമിലൊക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. എന്തിനാണ് ആ കോസ്റ്റ്യൂം ഇട്ടത്, എന്തിനാണ് ആ കോസ്റ്റ്യൂം ഇട്ട് അവിടെ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ ആവശ്യമുണ്ടോ, ഒരു പിടുത്തവും കിട്ടത്തില്ലാത്ത രീതിയിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ക്യാരക്ടറുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല, ഒരു കണക്ഷൻ വരുന്നില്ല, ഒരാളൊഴികെ. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്യാരക്ടറുമായിട്ട് കമൽഹാസൻ്റെ ഭാര്യയായിട്ട് അഭിരാമീനെ അതുപോലെ സ്നേഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മറ്റൊരു പെണ്ണിൻ്റെ പുറകെ പോകുന്ന കാര്യം അഭിരാമിക്ക് അറിയാം. അതിന് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഓടുന്നുണ്ട്. സ്വന്തം ഭാര്യ അവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ കൂട്ടത്തിൽ പോയി അഴിഞ്ഞാടുകയും അവളുടെ കൂട്ടത്തിൽ കറങ്ങി നടക്കുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പുള്ളി മരിച്ചു എന്ന് വിചാരിച്ച് 2 വർഷത്തോളം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അയ്യോ എൻ്റെ ഭാര്യ എനിക്ക് ഒരു സ്നേഹമായിരുന്നു എന്നൊക്കെ പറയുന്ന ഡയലോഗ് കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. കമൽഹാസൻ അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല. എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് ടൈമാണ് കമൽഹാസൻ കരയുന്നത് കണ്ടിട്ട് എനിക്ക് ചിരി വന്നത്. കമൽഹാസൻ മുഖമൊക്കെ താത്ത് വെച്ച് ഒരു ടൈപ്പ് കരച്ചിലൊക്കെ, ഒരു വല്ലാത്തൊരു ഇവിടെ ഈ കരച്ചിലിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കരഞ്ഞിട്ട് നമുക്കെന്തെങ്കിലും ഫീൽ ചെയ്യുമോ? ഒന്നുമില്ല. തൃഷയുടെ ക്യാരക്ടർ വരുന്നു, കമൽഹാസൻ്റെ ഒരു എന്താ പറയുക, ഒരു രഹസ്യമൊന്നുമല്ല, രഹസ്യമായിട്ടുള്ള ഒരു ആൾ, ഒരു റിലേഷനിലുള്ള ഒരു സ്ത്രീ. അവരുടെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു ഇമ്പാക്റ്റ് ഇല്ല. അവരുടെ ഒരു ഇമോഷൻ നമുക്ക് എവിടെയും കണക്റ്റ് ആകുന്നില്ല. ചിമ്പു സട്ടിലാണ്, ഒന്നും ചെയ്യാനില്ല. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് ശേഷം പിന്നെ പുള്ളി ഒരു ടൈപ്പ് ഒരു ഫേസും വെച്ച് അങ്ങ് പോവുകയാണ്. കമൽഹാസനുമായിട്ടുള്ളൊരു ബോണ്ട് അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന അതാണ്. അതുപോലെ ചിമ്പുവിൻ്റെ പെങ്ങളെ കുഞ്ഞായിരുന്നപ്പം കാണാതെ പോകുന്നുണ്ട്. സിനിമ തുടങ്ങിയ സമയത്ത് അത് കാണാതെ പോകുന്നു, നിനക്ക് ഞാൻ കണ്ടുപിടിച്ച് തരുമെന്ന് കമൽഹാസൻ പറഞ്ഞതല്ലാതെ പിന്നീട് അതിൻ്റെ ഒരു അന്വേഷണമോ അതിൻ്റെ ഒരു തപ്പലോ പിടുത്തോ ഒന്നുമില്ലാതെ ക്ലൈമാക്സ് എത്തിയപ്പം ഒരു പെങ്ങളെ കൊണ്ട് മുമ്പിൽ നിർത്തിയിട്ട് ഇതിൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞു, അയ്യോ എൻ്റെ പെങ്ങളെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയോ ഇമോഷൻ വർക്കാവുക? എനിക്കത് മനസ്സിലാവുന്നില്ല. കമൽഹാസൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവൻ നോക്കിക്കോളൂ, എൻ്റെ പെങ്ങളെ ഞാൻ ഇനി അന്വേഷിക്കുന്നില്ല. അവൻ വലുതായില്ല, എന്നാൽ അവൻ അന്വേഷിക്കുന്നൊരു സീനോ അല്ലെങ്കിൽ അതാണ് ഇവർ മെയിൻ കോറായിട്ട് ഉദ്ദേശിച്ചെങ്കിൽ അത് കാണിക്കുകയായിട്ട് ഒന്നും ചെയ്തില്ല. ഇത് ശരിക്കും നായകൻ എന്ന് പറയുന്ന അവരുടെ പഴയ സിനിമയുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള വേലു നായ്ക്കർ എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി തന്നെയാണ് ചിമ്പുവിനെടുത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിൽ ഫോക്കസ് ചെയ്യാതെ അതിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള നമ്മുടെ കമൽഹാസനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. എന്നാൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ? അതുമില്ല. മൊത്തത്തിൽ ഒരു അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ പെറുക്കിയെടുത്ത കുറേ സ്റ്റോറി ലൈനും നമ്മൾ കണ്ടുമടുത്ത കുറേ ക്യാരക്ടേഴ്സും എല്ലാം വെച്ച് ഒരു മടുപ്പൻ രീതിയിലുള്ളൊരു പെർഫോമൻസും നൽകിയ ഒരു അറുപോറൻ സിനിമ തന്നെയായിരുന്നു തഗ് ലൈഫ് എന്ന് പറയാം. ഇതിൽ എനിക്ക് തൃപ്തി തന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ജോജു ജോർജാണ്. അത് മലയാളി ആയതുകൊണ്ടല്ല, ആ ക്യാരക്ടർ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. കാഞ്ഞിരപ്പള്ളിക്കാരൻ പത്രോസ് എന്ന് പറയുന്ന ക്യാരക്ടർ, അത് നമ്മുടെ നാട് കാഞ്ഞിരപ്പള്ളി ആയതുകൊണ്ടാണോ ആ ഒരു കണക്ഷൻ, ഒരു ഇഷ്ടം തോന്നിയെന്നറിയില്ല. പക്ഷേ പുള്ളിയുടെ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു ഫൈറ്റ് സീക്വൻസ് വരുന്ന കമലുമായിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസ് വരുന്ന സമയത്താണെങ്കിലും ആ ഒരു ക്യാരക്ടർ വിടാതെ അതിൽ ആ പുള്ളിയുടെ ക്യാരക്ടറിലൊരു പഞ്ചുള്ള ഒരു ഫീല് നമുക്ക് നൽകുക. എവിടെയും ചാഞ്ചാട്ടമില്ലാത്തൊരു ക്യാരക്ടറായിട്ട് തോന്നി. അത് പുള്ളിയുടെ റോള് നന്നായിട്ട് ചെയ്തു. ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരാളുടെയും സിനിമ തീരുന്ന സമയത്തൊക്കെ ചിരിയായിരുന്നു. പുറകെ മൊത്തം തമിഴന്മാരായിരുന്നു, അവരെല്ലാം ഇരുന്ന് ചിരിക്കുകയായിരുന്നു. ലാസ്റ്റ് വിൺവിളി നായക എന്ന് പറയുന്ന ആ പാട്ടിനോട് തന്നെ ഒരു അഡിക്ഷൻ വന്ന സമയമായിരുന്നു. അതിത്ര വലിയൊരു കോമഡി പീസായി മാറുമെന്ന് നമ്മൾ ആരും ആലോചിച്ചില്ല. എന്തായാലും നമ്മൾ ഈ തഗ് ലൈഫ് എന്ന് പറയുന്ന സാധനം കാണിക്കുമല്ലോ എന്ന് പണ്ടിങ്ങനെ നമ്മൾ ട്രോളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന പോലത്തെ ഒരു സാധനമാണോ ഇവർ ചെയ്തു വെച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഏറ്റവും മികച്ച ലെജൻസ് എന്ന് പറയുന്ന ഇവർ ഞങ്ങളൊരു ഗംഭീര വർക്ക് ചെയ്യും എന്ന് നമ്മളോടെല്ലാം പറഞ്ഞ് പറ്റിച്ചിട്ട് അയ്യേ ഞങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ആ തഗ് ലൈഫിൻ്റെ സാധനം ഇട്ടതാണോ എന്ന് അതിനാണോ ആ പേരിട്ടതെന്ന് തന്നെ ഒരു സംശയം തോന്നുന്നുണ്ട്. പടത്തിൻ്റെ പേരും കഥയും ഒന്നുമായിട്ട് എനിക്കൊരു കണക്ഷനും തോന്നിയില്ല. അഞ്ചാൻ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ആ സെയിം കഥയാണ്, വേറൊന്നും വേണ്ട. അതേ ഒരു അറുപുറം പടമായിരുന്നു. ആ പടം കണ്ട അതേ അവസ്ഥയിലാണ് ഞാൻ ഇത്തവണ ഈ പടം കണ്ടതെന്നുള്ളതാണ് ഏറ്റവും ഖേദമുള്ളൊരു
ഒരു കാര്യമെന്ന് പറയുന്നത്, അഞ്ചാൻ റിലീസായി 3-ാമത്തെ ദിവസം എറണാകുളം വനിതാ തിയേറ്ററിൽ, വനിതയാണ് കവിതയാണോ മറന്നുപോയി, ആ തിയേറ്ററിൽ വലിയ തിയേറ്ററാണ്, അതിൽ 9 പേരുമായിട്ടിരുന്നിട്ട് സിനിമ കണ്ടതാണ്. ഇത്രയും റിലീസ് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇത്ര ആളെ ഉള്ളൂടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ആ സിനിമ കണ്ടത്. അന്ന് തിയേറ്ററിൽ ഇരുന്ന് മടുത്ത് ദേഷ്യം വന്ന് ഇറങ്ങിപ്പോന്ന്. ഇന്ന് അതുപോലൊരു വലിയ തിയേറ്ററിലാണ് ഒഡീഷയിൽ ഞാൻ സിനിമ കണ്ടത്. ശ്രുതി അങ്ങനെ ഉണ്ടാണ് തിയേറ്ററിൻ്റെ പേര്. അതുപോലെ തന്നെ ഒരു വലിയ തിയേറ്ററും വിജനമായ സീറ്റുകളും ഏതാണ്ട് ഒരു 10-20 ആൾക്കാരും, സെയിം കഥ. എനിക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് വന്നപ്പോൾ എ ആർ റഹ്മാൻ പറഞ്ഞിരുന്നു, ഒരുപാട് ആൾക്കാർ സംസാരിക്കേണ്ടതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, എല്ലാപ്പോഴും ഇറയവനുക്ക് നന്ദി വണക്കം എന്ന് പറഞ്ഞങ്ങ് ഈ 4 വരിയിൽ പുള്ളി നിർത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു ഈ പടം വർക്കൗട്ടാകാൻ പോകുന്നില്ല. സോ ഇതിന് ഇത്രയ്ക്കുള്ള പ്രൊമോഷനും ഇത്തരത്തിലുള്ള സംസാരവും മതിയെന്ന് തോന്നിയിട്ടാണോ പുള്ളി ആ ഒരു ചുരുങ്ങിയ വാക്കുകൾ നിർത്തിയെന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം. തഗ് ലൈഫ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.